الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان اتقوا الله عباد الله. وقال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ സൃഷ്ടികർത്താവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ഈ ലോകത്തോട് വിട പറയുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് വിട പറയുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മകൾ, അല്ലാഹുവിൻ്റെ മതത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അല്ലാഹുവുമായുള്ള ഒരടിമയുടെ ബന്ധങ്ങൾ, അത് നഷ്ടപ്പെടുക എന്നത് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഏറെ പരാജയമുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നത് ദുനിയാവിലും നാളെ പരലോകത്തും വലിയ പരാജയങ്ങളും ശിക്ഷകളും ഏറ്റുവാങ്ങാൻ ഇടയാകുന്ന ഒരു കാരണമാണ്. ദുനിയാവിലും അയാൾക്ക് പ്രയാസമുണ്ടാകും, നാളെ പരലോകത്തിലും അയാൾക്ക് പ്രയാസമുണ്ടാകും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ വ്യക്തമായി നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്.
അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളോടുള്ള സമീപനം സത്യവിശ്വാസികൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? അവരുമായുള്ള ബന്ധം എങ്ങനെയാവണം? ഇത് രണ്ടും സുപ്രധാനമായ വിഷയങ്ങളാണ്. അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നതും അങ്ങനെ തിരിഞ്ഞു കളയുന്ന ആളുകളോടുള്ള സത്യവിശ്വാസികളുടെ സമീപനം, ഇത് രണ്ടും വളരെ ഗൗരവതരമായി നമ്മൾ കാണേണ്ടത്. അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് وَمَنْ أَعْرَضَ عَنْ ذِكْرِي فَإِنَّ لَهُ مَعِيشَةً ضَنكًا وَنَحْشُرُهُ يَوْمَ الْقِيَامَةِ أَعْمَى قَالَ رَبِّ لِمَ حَشَرْتَنِي أَعْمَى وَقَدْ كُنْتُ بَصِيرًا قَالَ كَذَلِكَ أَتَتْكَ آيَاتُنَا فَنَسِيتَهَا وَكَذَلِكَ الْيَوْمَ تُنْسَى. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി, ആരെങ്കിലും എൻ്റെ സ്മരണയിൽ നിന്ന്, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ലൻകാ, ഐഹിക ലോകത്ത് അയാൾക്ക് കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാവുക. തീർച്ചയായും ഐഹിക ലോകത്ത് അയാൾക്ക് വല്ലാത്ത പ്രയാസകരമായ ജീവിതമാണ് ഉണ്ടാവുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഖിയാമത്ത് നാളിൽ നാം അവനെ അന്ധനായി ഒരുമിച്ച് കൂട്ടുന്നതാണ്. അയാൾ ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുന്തു ബസീറാ, അല്ലാഹുവേ ഞാൻ എങ്ങനെയാണ് അന്ധനായി തീർന്നത്? ദുനിയാവിൽ എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ, ദുനിയാവിൽ ഞാൻ അന്ധനായിരുന്നില്ലല്ലോ, പിന്നെങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അന്ധനായി തീർന്നത്? അല്ലാഹു പറയുന്നു, കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, അപ്രകാരം തന്നെ നമ്മുടെ ആയത്തുകൾ നിന്റെ അടുത്ത് വന്നപ്പോൾ, നിനക്ക് എത്തിയപ്പോൾ നീ അതിനെ വിസ്മരിച്ചു കളഞ്ഞു. ഫകദാലികൽ യൗമ തുൻസാ, ഇന്നത്തെ ദിവസം അപ്രകാരം നീയും വിസ്മരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, അഥവാ ദുനിയാവിൽ അല്ലാഹുവിന്റെ സ്മരണയെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലാഹുവിനെ സ്മരിക്കാതെ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ചിന്തിക്കാതെ, അല്ലാഹുവിന്റെ മതനിയമങ്ങളെ കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ അതിനോട് പുറംതിരിഞ്ഞ സമീപനം സ്വീകരിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ വല്ലാത്ത പ്രയാസകരമായ അന്തരീക്ഷമുണ്ട് എന്നതിൽ സംശയമില്ല. സാമ്പത്തികമായ മേഖലകൾ ഒരുപക്ഷേ ധാരാളം ഉണ്ടാവാം, മറ്റു സ്വാധീനങ്ങളും അധികാരങ്ങളും ഉണ്ടാവാം. പക്ഷെ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലെങ്കിൽ അയാളുടെ മനസ്സ് എപ്പോഴും ആകുലതത്വമായിരിക്കും, വളരെ പ്രയാസകരമായ അവസ്ഥയിലായിരിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ് ശാന്തിയും സമാധാനവും ഉണ്ടാവുക. അല്ലാത്ത ആളുകൾക്ക് പ്രയാസകരമായ അവസ്ഥയാകുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ദുനിയാവിലെ അവസ്ഥ അങ്ങനെ മാത്രം, പരലോകത്തെത്തിയാൽ ഏറെ പ്രയാസകരമായ ഒരു അന്തരീക്ഷം, അയാൾക്ക് കണ്ണ് കാണാത്തൊരവസ്ഥ. ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് ഖുർആൻ പറയുന്നത്, എങ്ങനെയാണ് ഞാൻ അന്ധനായി? അല്ലാഹുവിന്റെ മറുപടി, ദുനിയാവിൽ അല്ലാഹുവിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ നിയമങ്ങൾ, അത് നിന്റെ മുന്നിൽ എത്തിയ സമയത്ത് അതിനെ നീ വിസ്മരിച്ചു, അതിനോട് നീ വളരെ മോശമായ സമീപനമാണ് സ്വീകരിച്ചത്, അതിനെ നീ കണ്ടില്ല എന്ന് നടിച്ചു, കണ്ടിട്ടും നീ പുറംതിരിഞ്ഞ് നടന്നുപോയി. അതിനാൽ ഇന്നത്തെ ദിവസം നീ വിസ്മരിക്കപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ അനുഗ്രഹവും ലഭിക്കാതെ ഏറെ പ്രയാസകരമായ അവസ്ഥയിലായിരിക്കും നീ എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ ഗൗരവതരമാണ് വിഷയം. ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും അല്ലാഹുവിന്റെ നിയമങ്ങളോട് പുറംതിരിഞ്ഞ സമീപനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ആളുകളോട് ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം? അല്ലാഹുവിന്റെ ആയത്തുകളെ പരിഗണിക്കാതെ, അഥവാ മതനിയമങ്ങളെ പരിഗണിക്കാതെ,
മതനിയമങ്ങളെ പരിഗണിക്കില്ല എന്ന് മാത്രമല്ല, അതിനെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, ആ ആളുകളോടുള്ള സത്യവിശ്വാസികളുടെ സമീപനം എന്തായിരിക്കണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവതരമായി അല്ലാഹു ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 3 വിഭാഗം ആളുകളാണ് അതിൻ്റെ ആളുകൾ. ഒന്ന് മുനാഫിഖുകളായ ആളുകൾ, കപടന്മാരായ ആളുകൾ. മറ്റൊന്ന് സത്യനിഷേധികളായ ആളുകൾ. മറ്റൊന്ന് മുസ്ലിമീങ്ങളിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട തന്നെയുള്ള ചില ആളുകൾ. ഇത്തരം ആളുകളോടുള്ള സമീപനം ഒരു സത്യവിശ്വാസി എങ്ങനെയായിരിക്കണം തീരുമാനിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നത്, അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നത്, അത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞു കളയലാവാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളയലും ഇബാദത്തിൽ നിന്ന് തിരിഞ്ഞു കളയലുമാവാം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തെ സമ്പൂർണമായും അതിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കലാവാം. ഏതാണെങ്കിലും ശരി, അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ കൃത്യമായും അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് വളരെയധികം പ്രയാസമുണ്ടാകുമെന്നത് അല്ലാഹു പഠിപ്പിക്കുന്നതോടൊപ്പം അത്തരം ആളുകളോടുള്ള സമീപനം സത്യവിശ്വാസികൾ ഗൗരവതരമായി എടുക്കേണ്ടതുണ്ട്. ഇനി ഒന്ന് അവിശ്വാസികളായ ആളുകൾ. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കാത്ത, മതം അംഗീകരിക്കാത്ത, ആ നിയമം അംഗീകരിക്കാതെ അതിനെ നിഷേധിച്ചു തള്ളുന്ന ആളുകളാണ്. അവരെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഭാഗമാരാണ് മുനാഫിഖുകളായ ആളുകൾ. അവരാണ് അവിശ്വാസികളെക്കാളും ഏറെ അപകടകാരികൾ. ഇസ്ലാമിന്റെ കുപ്പായമിട്ട്, പരിശുദ്ധ ഇസ്ലാമിന്റെ കുപ്പായമിട്ടിട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറി കൂടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ എതിർക്കുകയും ആക്ഷേപിക്കുകയും അതിനെ സംബന്ധിച്ച് പരിഹാസരൂപേണ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ചുള്ള വിഷയം ഗൗരവതരമായി സത്യവിശ്വാസികൾ അറിഞ്ഞിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്, فأعرض عمن تولى عن ذكرنا. നമ്മളുടെ സ്മരണ വിട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളിൽ നിന്ന് നബിയെ നീ തിരിഞ്ഞു കളയണം. കാരണം അവരുടെ ലക്ഷ്യം വലം യുരിദു ഇല്ലൽ ഹയാത്തദ് ദുനിയാ, ഐഹിക നേട്ടമല്ലാതെ ഒന്നും അവരുദ്ദേശിക്കുന്നില്ല. ഐഹിക നേട്ടം മാത്രം ഉദ്ദേശിക്കുന്നവരാണ് അക്കൂട്ടർ. അങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് ലക്ഷ്യം ഭൗതിക ലോകം മാത്രമാണ്, ദുനിയാവിലെ സുഖലോലുപതകൾ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നബിയെ നീ തിരിഞ്ഞു കളയണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അത്തരം ആളുകളിൽ നിന്ന് തിരിഞ്ഞു കളയണം എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ചില ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാകും, അല്ല അങ്ങനെ തിരിഞ്ഞു കളയുന്ന ആളുകളോട് നമ്മൾ തിരിഞ്ഞാ പിന്നെ ഓൽക്ക് ഹിദായത്ത് വേണ്ടേ, ഓലെ നന്നാക്കണ്ടേ? അങ്ങനെ അപ്പൊ അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഒക്കെ ശരി തന്നെയാണ്. തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് ഹിദായത്തിന് വേണ്ടി പ്രവർത്തിക്കണ്ട എന്നല്ല. അവരുമായുള്ള ബന്ധത്തിൽ കൃത്യമായൊരു സമീപനം സ്വീകരിക്കണം. എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയെ നമുക്കുള്ളൂ. അല്ലാതെ അവരുടെ കൂടെ സമരസപ്പെട്ടു പോവുക എന്നത്, അവരെ ഇങ്ങോട്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അതിന്റെ ആവശ്യമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നബിയെ ഫൈൻ അറദൂ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ ഇൻ അലൈക ഇല്ലൽ ബലാഗ്. ഫൈൻ അറദൂ, നബിയെ നിങ്ങൾ പറയുന്നതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ, ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, നബിയെ അവരുടെ മേൽ നിന്നെ കാവൽക്കാരനായി നാം അയച്ചിട്ടില്ല. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, നിന്റെ മേൽ ബാധ്യത എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. അവരെ ഇങ്ങോട്ട് ആക്കി തീർക്കുക, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിരിക്കുക എന്നത്, അതിന് നിന്നെ കാവൽക്കാരനായി നിയോഗിച്ചിട്ടില്ല. നീ എത്തിച്ചു കൊടുത്താൽ മാത്രം മതി നബിയെ.
ഖുർആൻ പറയുന്നു ഫഇൻ അസ്ലമൂ ഫഖദ് ഇഹ്തദൗ ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈകൽ ബലാഗ്. ഫഇൻ അസ്ലമൂ അവർ മുസ്ലിങ്ങളായാൽ നീ പറയുന്നതെല്ലാം അനുസരിച്ചു കൊണ്ടുവന്നാൽ ഫഖദ് ഇഹ്തദൗ അവർ സന്മാർഗചാരികളാണ്. വഇൻ തവല്ലൗ ഇനി അവരങ്ങ് തിരിഞ്ഞു കളഞ്ഞാലോ ഫഇന്നമാ അലൈകൽ ബലാഗ്. നബിയെ നിന്റെ മേൽ എത്തിച്ചു കൊടുക്കുക, പ്രബോധനം ചെയ്യുക എന്ന ബാധ്യത മാത്രമേ ഉള്ളൂ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം അങ്ങനെ തിരിഞ്ഞു കളയുന്ന ആളുകൾ, ആ ആളുകളിൽ നിന്ന് നമ്മളും തിരിഞ്ഞു കളയണം. അവർക്ക് ദൗത്യം എത്തിച്ചു കൊടുക്കുക എന്നത് വേറെ വിഷയമാണ്. അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അവരുമായുള്ള ബന്ധത്തിൽ നിന്നും പതുക്കെ തിരിഞ്ഞു കളയണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പാഠം അതെന്താണെന്നറിയോ? ഈ പ്രവർത്തിക്കുന്ന ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ, അവർ വിശ്വാസികളാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇസ്ലാമിനെതിരായി പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങളെയും ഇസ്ലാമിന്റെ ഹുക്കുമുകളെയും ഒക്കെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകൾ കപടന്മാരാണ്. ആ ആളുകളെ കുറിച്ചുള്ള സത്യവിശ്വാസികളുടെ ബാധ്യത എന്താണ്? ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയണമെന്നറിയും? വളരെ ഗൗരവതരമായി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൊക്കെ, വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും അതുപോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലുമൊക്കെ ഇടപെടുന്ന കമ്മ്യൂണിറ്റികളിലും ഗ്രൂപ്പുകളിലും ഒക്കെ മെമ്പറായിട്ടുള്ള ആളുകൾ, അവർ വളരെ ഗൗരവതരമായി അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ചില വിഷയങ്ങൾ. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകനെയും പരിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളെയും പരിഹസിച്ച് ആക്ഷേപിച്ച് തള്ളിക്കളയുമ്പോൾ അത്തരം ആളുകളോട് നല്ല ബന്ധം സ്വീകരിക്കുക എന്നത് ഒരു സത്യവിശ്വാസിക്ക് ബാധ്യതയുള്ള വിഷയമല്ല. ഒരു മുസ്ലിമായ മനുഷ്യനാണ് അത് പറയുന്നതെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇല്ല, അയാൾ അത് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ അയാളുടെ പ്രവർത്തനത്തിൽ കൂടെ ഇരിക്കാൻ പാടുള്ളതല്ല. അത്തരം ഗ്രൂപ്പിൽ മെമ്പറാകുക പോലും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇതെന്റെ വർത്തമാനമല്ല കേട്ടോ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്കറിയാൻ കഴിയും. ഇനി മുനാഫിക്കുകളായ ആളുകൾ, വിശ്വാസികളുടെ കുപ്പായമിട്ട കപടന്മാർ, അവരുടെ പ്രവർത്തനം എന്താണെന്നറിയോ? അവരെ കേട്ടാൽ കേട്ടിരുന്നു പോകും. നല്ല സംസാരമായിരിക്കും. അവർ ജനങ്ങൾക്ക് മുഴുവൻ നസീഹത്തിന്റെ ആളുകളുമായിട്ടാ വരിക. ഞങ്ങൾ സമൂഹത്തിലെ ഗുണകാംക്ഷികളാണെന്നാ പറയാ. ജനങ്ങൾ എല്ലാവരും നമ്മളെ കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നാ പറയാ. ഈ ഒരു രൂപത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ, ഞാനൊരു ഉദാഹരണം പറയട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ 7-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുകയും 9-ാമത്തെ വയസ്സിൽ വീട് കൂടുകയും ചെയ്തു എന്ന് സുപ്രസിദ്ധമായ ചരിത്രം നമുക്കറിയാം. ചില ആളുകളൊക്കെ പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? അങ്ങനെ നബിതങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തോട് സംസാരിക്കാമായിരുന്നത്രേ. ഇതിപ്പോ വല്ലാത്തൊരു അബദ്ധത്തിൽ നമ്മൾ പെട്ടുപോയത് എന്ന് ചർച്ച ചെയ്ത മുസ്ലിമീങ്ങളുണ്ട്. ഗൗരവതരമായി നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവർത്തനത്തെ പോലും പിൽക്കാലത്ത് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന മുസ്ലിം നാമധാരികൾ ഇത്തരം സൈറ്റുകളിലൂടെ കറങ്ങിയിറങ്ങുമ്പോൾ അവരുടെ വർത്തമാനങ്ങളെ കേട്ടിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അതിന് സമരസപ്പെട്ട വർത്തമാനം പറയലല്ല സത്യവിശ്വാസിയുടെ ബാധ്യത. തിരിഞ്ഞു കളയണം അവരിൽ നിന്ന്. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത്തരം മുനാഫിക്കുകളോട് ശക്തമായ സമീപനം സ്വീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവരുടെ പൊതു സ്വഭാവം ഖുർആൻ പറയാൻ, സയഹ്ലിഫൂന ബില്ലാഹി ലക്കും ഇദൻ ഖലബ്തും ഇലൈഹിം ലിതുഅ്രിദൂ അൻഹും ഫഅഅ്രിദൂ അൻഹും ഇന്നഹും റിജ്സ് ഫമഅവാഹും ജഹന്നമു ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. സയഹ്ലിഫൂന ബില്ലാഹി ലക്കും, അവർ അല്ലാഹുവിനെ കൊണ്ട് പിന്നീട് നിങ്ങളോട് സത്യം ചെയ്യും. ഇദൻ ഖലബ്തും ഇലൈഹിം, അവരിലേക്ക് നിങ്ങൾ മടങ്ങി വന്നാൽ, തിരിഞ്ഞു വന്നാൽ അവർ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യും നിങ്ങളോട്. എന്തിനാ അവർ സത്യം ചെയ്യുന്നത്? ലിതുഅ്രിദൂ അൻഹും, നിങ്ങൾ അവരെ വിട്ട് ഒഴിഞ്ഞു കളയാൻ വേണ്ടിയാണ്. അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഫഅഅ്രിദൂ അൻഹും, അത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ അങ്ങ് തിരിഞ്ഞു കളയണം. കാരണം ഇന്നഹും റിജ്സുൻ, അവർ വൃത്തികെട്ടവരാണ്. ഖുർആന്റെ പ്രയോഗം, അവർ വൃത്തികെട്ടവരാണ്. വമഅവാഹും ജഹന്നം, അവരുടെ മടക്കസ്ഥലം നരകമാണ്. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിനുള്ള പ്രതിഫലമായി നരകമാണ് അവരുടെ മടക്കസ്ഥലം, അവരുടെ അഭയസ്ഥാനമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്.
ഇവിടെ മുനാഫിക്കുകളായ ആളുകൾ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. സമൂഹത്തിനിടയിൽ ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പറയും, അല്ല നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നമ്മൾ അതിങ്ങനെ പറഞ്ഞതാണ്, ഞങ്ങളല്ലാണ് അങ്ങനൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിയാതിരിക്കാൻ അവർ ഇങ്ങനെ വർത്തമാനം പറയും. പക്ഷെ ഖുർആൻ പറയാണ് അവരിൽ തിരിഞ്ഞു കളയണം, കാരണം അവർ വൃത്തികെട്ടവരാണ്. ഖുർആൻ അവർക്ക് കൊടുത്ത പേരതാണ് അവർ വൃത്തികെട്ട ആളുകളാണ്, അവരിൽ നിന്ന് തിരിഞ്ഞു കളയണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അവരുടെ മറ്റൊരു സ്വഭാവം കൂടി ഖുർആൻ പഠിപ്പിക്കുകയാണ്. വയഖൂലൂന ത്വാഅത്തുൻ, അവർ പറയും ഞങ്ങൾ ഇതാ അനുസരിച്ചിരിക്കുകയാണ്. വൈദാ ബറസൂ മിൻ ഇൻദിക, നബിയേ നിന്റെ അടുത്ത് നിന്ന് അവരങ്ങ് പുറത്തുപോയി കഴിഞ്ഞാൽ ബയ്യത ത്വായിഫത്തും മിൻഹും ഗൈറല്ലദീ തഖൂൽ, പുറത്തു പറയുന്നതല്ലാത്ത പലതും അവരതാ രാത്രിയിൽ നിഗൂഢമായി, രാത്രിയിൽ അവർ ഗൂഢാലോചന നടത്തുകയാണ്. വയക്തുബുമായി ബയ്യിതൂൻ, അവർ ഗൂഢാലോചന നടത്തുന്ന അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഫഅഇരിദ് അൻഹും, അത്തരം ആളുകളിൽ നിന്ന് നീ തിരിഞ്ഞു കളയണം നബിയേ. പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രയോഗമാണ്. അതായത് പൊതുസമൂഹത്തിന്റെ മുന്നിലെത്തുന്ന സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുകയും എന്നാൽ പാതിരാത്രികളിൽ ഗൂഢമായിരുന്ന് ഗൂഢാലോചന നടത്തി അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കുവാനുള്ള, നശിപ്പിക്കുവാനുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബിയെ നിന്റെ ഡ്യൂട്ടി അവരിൽ നിന്ന് തിരിഞ്ഞു കളയണം, അവരുടെ പിന്നാലെ കൂടണ്ട, അവരിൽ നിന്ന് ഒഴിവായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നീ അവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് അതുകൂടി ഖുർആൻ പറഞ്ഞു. വഖുൽ ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗാ, അവരുടെ മനസ്സിൽ തട്ടുന്ന, അവരുടെ ഹൃദയത്തിൽ കുത്തുന്ന ഗൗരവതരമായ വാക്കാണ് നീ അവരോട് പറയേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പരിശുദ്ധ ഖുർആൻ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞ വർത്തമാനങ്ങളാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചർച്ചകളുടെ കൂട്ടത്തിൽ വളരെ ഗൗരവതരമായ ഒരു ചർച്ച കേട്ടിരുന്നു ഞാൻ. എന്തായിരുന്നറിയോ? കഴിഞ്ഞ മുഹറം 9-ഉം 10-നുമുള്ള നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച വന്നപ്പോ ഒരാൾ എന്നോട് സംശയം ചോദിച്ചതാ. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ മുസ്ലിമീങ്ങളെ ചർച്ചയാണ്. എന്താണെന്നറിയോ? എന്താപ്പ ആ നോമ്പോണ്ടുള്ള കാര്യം? അതിന്റെ ഹദീസുകളൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അതൊക്കെ കേട്ടാൽ തന്നെ ഒരു വല്ലാത്തൊരു അത്ഭുതമായിട്ടാ തോന്നാം, അതുകൊണ്ട് അതൊന്നും പിടിക്കേണ്ട കാര്യമില്ല എന്ന് ചർച്ച. സാധാരണക്കാർ ഗൗരവതരമായി അറിഞ്ഞോളണം. ഒരു ഹദീസിനെ കുറിച്ചും പഠിക്കാതെ, ഹദീസിന്റെ ആശയത്തെ കുറിച്ച് മനസ്സിലാക്കാതെ, ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം മനസ്സിലാക്കാതെ, ഹദീസ് കേട്ട സ്വഹാബികൾക്ക് മനസ്സിലാകാത്ത, താബിഈങ്ങൾക്ക് മനസ്സിലാകാത്ത, തബഉ താബിഈങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഈ നാട്ടിലെ ഒരു സാധാരണക്കാരന് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവൻ ദീന് പൊളിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ മനുഷ്യനാണ്. കൂട്ടിക്കൊള്ളി നിങ്ങൾ. ഞാൻ ഉദാഹരണം പറയട്ടെ. ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആശൂറാ നോമ്പ്, അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ കാണാം നബി തങ്ങൾ മക്കത്ത് നിന്ന് ആശൂറാ നോമ്പ് എടുത്തിരുന്നു. പിന്നീട് മദീനയിൽ വന്നപ്പോ ജൂതന്മാരായ ആളുകൾ മദീനയിൽ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പൊ റസൂൽ അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞു മൂസാ നബിയെ രക്ഷിച്ച ദിവസമാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു നിങ്ങളെക്കാൾ ആ വിഷയത്തിൽ ബന്ധപ്പെട്ട ആൾ ഞാനാണ്. റസൂലുള്ള നോമ്പെടുക്കാൻ പറഞ്ഞു. ഇവിടെ സാധാരണക്കാരനായ ചില ആളുകൾ ഈ ഹദീസ് രണ്ടും മനസ്സിലാക്കിയിട്ട് എന്താണിതെന്ന് തിരിച്ചറിയാതെ അയാൾ ഹദീസ് വെച്ചുകൊണ്ട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാണ്. എന്താ ചർച്ച? ഈ രണ്ട് ഹദീസ് മനസ്സിലാക്കുമ്പോ ഇത് രണ്ടും വൈരുദ്ധ്യമായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല, അതൊന്നും എടുക്കേണ്ടതില്ല എന്ന് ചർച്ച ചെയ്യുമ്പോ രണ്ട് ഹദീസുകൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന ഉസൂലുൽ ഹദീസിന്റെ ബാലപാഠം അറിയാത്ത ആളുകൾക്ക് എന്റെ അഭിപ്രായം പറയാം. ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ്, അതുകൊണ്ട് ഞമ്മക്കിതൊന്നും വേണ്ട, ഇതൊക്കെ കുറെ മുയിലാമാരുണ്ടാക്കിയത്, കുറെ മൗലവിമാരുണ്ടാക്കിയത്, കുറെ ആളുകൾ ഉണ്ടാക്കിയ വൃത്തികേടുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ അറിയേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ച മതത്തിന്റെ ഒരു നിയമത്തെ കൊഞ്ഞനം കൊത്തുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അത്തരം ആളുകൾക്കിടയിൽ ഉള്ളത് എന്ന് ഗൗരവതരമായി അറിയണം. നിസാരമായ വിഷയമല്ല,
ഗൗരവതരമായി അറിയണം. ഏതൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുണ്ടാവണം. വെറുതെ വർത്തമാനം പറയാൻ നിൽക്കരുത്. അതുകൊണ്ട് വർത്തമാനം പറഞ്ഞാൽ എത്തുക ഇത്തരം പരിഹാസ്യങ്ങളിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ് എന്നും അവിടുത്തെ പ്രവർത്തനം എന്തായിരുന്നു എന്നുമൊക്കെ കൃത്യമായി അറിഞ്ഞ സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ. അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ ഹദീസിനെ കുറിച്ചുള്ള ചർച്ച എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എന്താണെന്നറിയോ? വെറും സാധാരണക്കാരായ ആളുകൾ ഹദീസുകളെ കുറിച്ച്, ഹദീസിന്റെ വിഷയങ്ങളെ കുറിച്ചും പണ്ഡിതന്മാരുടെ വർത്തമാനങ്ങൾ, മുഹദ്ദിസുകളും അതുപോലെ തന്നെ സ്വഹാബത്തും താബിഈങ്ങളും ഒന്നും അവർക്കാർക്കും ചർച്ച ചെയ്യാത്ത, അവരാരും ചർച്ച ചെയ്തിട്ടില്ലാത്ത വിഷയം ഇന്ന് കുറെ ആളുകൾ കൂടിയിരുന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ 100 ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്ത് തോലം കണ്ട് തീരുമാനിക്കുക. എന്നിട്ട് അത് തള്ളാനും കൊള്ളാനുമുള്ള ചർച്ചയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകൾ കേട്ടത് സ്വഹാബികളാണ്. ആ സ്വഹാബികൾ കേട്ടതാണ് താബിഈങ്ങൾക്ക് കിട്ടിയത്. താബിഈകളിലൂടെയാണ് തബഉ താബിഈങ്ങൾക്ക് കിട്ടിയത്. ഒരു നൂറ്റാണ്ട് കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ജീവിച്ച സ്വഹാബികൾ, ശേഷം താബിഈങ്ങൾ വളരെ കൃത്യമായി ഓരോന്നിനും അക്കമിട്ട് അളന്നു തൂക്കി വിശദീകരണം നൽകിയിട്ടുണ്ട്. നമ്മളാരും ബേജാറുണ്ടാവേണ്ട കാര്യമില്ല. ഈ ചർച്ച ചെയ്ത് കേൾക്കുമ്പോ എത്ര ആളുകൾ എന്നെ വിളിക്കണം എന്നറിയോ? എത്ര ആളുകളെ ഓരോ വിഷയത്തെക്കുറിച്ചും ആകെ ബേജാറായിട്ട് അങ്കലാപ്പിൽ വിളിക്കാൻ. എന്താ വിഷയം? ഇത്തരം മുനാഫിക്കുകളായ ആളുകൾ ഇസ്ലാമിന്റെ കുപ്പായിട്ട് കയറിയിരുന്നിട്ട് സാധാരണക്കാരന്റെ തലമണ്ടയിൽ പ്രയാസം ഉണ്ടാക്കിയിട്ട് പരിശുദ്ധ ദീനിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢശ്രമം നടക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധ്യമാകുമെങ്കിൽ അത്തരം ഗ്രൂപ്പുകളിൽ ഇരിക്കരുത്. എന്റെ വർത്താനല്ല, നിങ്ങളിങ്ങനെ വിചാരിക്കണ്ട അത് നിങ്ങളിപ്പോ പറഞ്ഞല്ലേ. അല്ല, അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വൈദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി ഫഇമ്മാ യുൻസിയന്നക അശ്ശൈത്വാനു ഫലാ തഖഉദ് ബഅദ الذിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വൈദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ, നമ്മുടെ ആയത്തിൽ പ്രവേശിച്ച് വ്യാപൃതരായിരിക്കുന്ന ഒരു വിഭാഗത്തെ നീ കണ്ടാൽ, അല്ലാഹുവിന്റെ ആയത്തുകളെ അതിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അതിന്റെ ഉദ്ദേശാർത്ഥമല്ലാത്തതിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ നീ കണ്ടാൽ ഫഅഅരിദ് അൻഹും, അവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയണം. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, മറ്റൊരു വർത്തമാനത്തിൽ അവർ പ്രവേശിക്കുന്നത് വരെ. ഫഇമ്മാ യുൻസിയന്നക അശ്ശൈത്വാൻ, ഇനി പിശാച് നിന്നെ മറപ്പിച്ചു കളഞ്ഞാലോ, അങ്ങനെ കുറെ ഇരുന്നു പോയി അവരുമായി മറന്നിരുന്നു പോയതാണ് എങ്കിൽ അല്ലാഹു പറയുന്നു, ഫലാ തഖഉദ് ബഅദ الذിക്റാ, ഓർമ്മ വന്നാൽ പിന്നെ ഇരിക്കരുത്. മഅൽ ളാലിമീൻ, അക്രമികളായ ആളുകളോടൊപ്പം ഇരുന്നു പോകരുത്. അല്ലാഹു പഠിപ്പിക്കുകയാണ്. അത്തരം ആളുകളുമായി ഇരുന്നു പോയാൽ ഓർക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒഴിവാകണം. ലെഫ്റ്റ് അടിച്ച് പോകണം. വേണ്ട, ഈ ചർച്ച ഞാനില്ല. അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന ചർച്ചയിൽ ഞാനില്ല. അത് കേൾക്കാൻ കൂട്ടാക്കാത്ത ആളുകളുമായ ഒരു ചർച്ചയ്ക്ക് ഞാനില്ല. ഒഴിഞ്ഞു മാറണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മതത്തിന്റെ വിഷയത്തിൽ പോലും ഇത്തരം ആളുകളൊക്കെ നമ്മളുമായി, അല്ലെങ്കിൽ അത്തരം ആളുകൾ അറിവുള്ളവരുമായി സംസാരിക്കാൻ നിന്നാലോ വല്ലാത്ത വർത്തമാനാണ്. മുനാഫിക്കുകൾ ഒരു പൊതു സ്വഭാവത്താണ്, കപടന്മാരുടെ പൊതു സ്വഭാവം. ആളുകളെ കൂട്ടത്തിലാകുമ്പോ എല്ലാരും നമ്മൾ ഒന്നാന്ന് പറയും. അതൊന്ന് ഒഴിഞ്ഞു പോയാലോ, അതിന്ന് പോയാലോ പിന്നെ അവരുടെ ഗൂഢാലോചന വേറെ പലതുമാണ്. ഇത് മതത്തിന്റെ ആളുകളുമുണ്ട്, രാഷ്ട്രീയക്കാരിലുമുണ്ട്. കപട രാഷ്ട്രീയക്കാരുണ്ട്, ഒരുമിച്ച് കൂടെ നിൽക്കുക, അവസാനം കാലുവാരുന്ന കപട രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയപ്പെട്ട എല്ലാ വിഭാഗത്തിലും ഇത് കാണാം. സംഘടനകളിൽ കാണാം, പാർട്ടികളിൽ കാണാം, എല്ലാത്തിലും ഇത്തരം കപടന്മാരെ നമുക്ക് കൂടെ കാണാവുന്നതാണ്. അത്തരം ആളുകളോടുള്ള സത്യവിശ്വാസികളുടെ സമീപനം, ആ ആളുകളെ ബോധ്യപ്പെട്ടാൽ പിന്നെ അവരെ വർത്തമാനത്തിൽ ഇരുന്നു കൊടുക്കരുത് കേട്ടോ, തിരിഞ്ഞു കളയണം. ഖുർആൻ പറയാണ്, അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനിയും പരിശുദ്ധ ഖുർആൻ പറയും, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ് അൻ ഇദാ സമിഅ്തും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വ യുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദൂ മഅഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരിഹി ഇന്നകും ഇദം മിത്ലുഹും ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. അല്ലാഹ് പറയാണ്, നബിയെ, ഈ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ആയത്തുകൾ പരിഹസിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ വർത്തമാനം നീ കേട്ടാൽ അവരിൽ നിന്ന് തിരിഞ്ഞു കളയണം. ഇല്ലെങ്കിലോ ഇദൻ മിത്ലുഹും, നീ ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകൾ അവരെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നീ ഒന്നും വർത്തമാനം പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, നീ അള്ളാഹുവിന്റെ ആയത്തിനെ പരിഹസിച്ച് നിഷേധിച്ച ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ്. ഇത് അള്ളാന്റെ വാക്കാട്ടോ, ഏതെങ്കിലും ഇമാമിന്റെ വാക്കല്ല, ഏതെങ്കിലും പിൽക്കാലത്ത് വന്ന ആരുടെങ്കിലും വാക്കല്ല, അള്ളാന്റെ വാക്കാ. ഇത് മിത്ലുഹും, ആ സന്ദർഭത്തിൽ നീ അവരെ പോലെയാണ്. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. കാഫിറുകളെയും മുനാഫിഖുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമങ്ങളിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലോ നിങ്ങൾക്ക് വല്ല സംശയവും തോന്നിയാൽ അതിട്ട് അറിയാത്ത ആളുകളുമായി ചർച്ച ചെയ്ത് പരിഹസിക്കുകയല്ല. ഏറ്റവും നല്ലത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഹദീസ് എൻ്റെ കയ്യിൽ കിട്ടിയത് അടുത്തല്ല, ഞാൻ ഇപ്പോഴല്ലേ ഇത് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ ഹദീസ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പ്രവാചകന്റെ വാക്കാണിത്, റസൂലുള്ളാഹിന്റെ ഖൗലാണിത്, അല്ലെങ്കിൽ ഫിഅലാണിത്, അല്ലെങ്കിൽ തഖ്രീറാണിത്. എങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞു പോയ മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തത്? മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഹദീസുകളെ കുറിച്ച് കൃത്യമായി അറിയുന്ന, ആയത്തിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ, സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന ഉത്തമരായ സമൂഹം എങ്ങനെയായത് മനസ്സിലാക്കിയത് എന്ന് പരിശോധിക്കണം, എന്ന് ഒന്ന് അന്വേഷിക്കണം. അല്ലാതെ ഒന്നിനെ കുറിച്ചും വർത്തമാനം പറഞ്ഞു പോകരുത്. കാരണം ഖുർആൻ പറഞ്ഞ വർത്തമാനുണ്ട്. നീ നിനക്ക് വിവരമില്ലാത്ത പിന്നെ ഒരു കാര്യത്തിനെ കുറിച്ചും നീ അഭിപ്രായം പറയാൻ നിൽക്കരുത്. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, നിന്റെ കേൾവിയും കാഴ്ചയും നിന്റെ ഹൃദയവും എല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്തരം ആളുകളെ കുറിച്ച് മനസ്സിലായാൽ അവരോടുള്ള സമീപനം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അത്തരം ആളുകളുമായുള്ള ബന്ധം ഒഴിവാക്കണം, അവരിൽ നിന്ന് ആ വർത്തമാനം തിരിഞ്ഞു കളയണം. വേറെ വർത്താനുണ്ടോ, പറ്റുന്നതാണോ എങ്കിൽ കൂടിക്കോളൂ, അല്ലാത്തതിൽ അവരോടൊപ്പം ഇരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഞാൻ ഇത്ര ഗൗരവതരമായ വിഷയം പറയാൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് വ്യാപകമായി ഇത്തരം ചർച്ചകളും സർവിധ ചർവണങ്ങളുമൊക്കെ സമൂഹത്തിനിടയിൽ വ്യാപിക്കുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചോളം അവരറിയാതെ തന്നെ അവർ മതത്തിൽ നിന്ന് പുറത്തു പോകും എന്ന ഗൗരവതരമായൊരു വിഷയം ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗൗരവതരമായി തന്നെ നിങ്ങളോട് ഈ വിഷയം പറയുന്നത്. ഇനി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളുമായിട്ട് എന്ത് വർത്തമാനങ്ങളാണ് പറഞ്ഞു കളഞ്ഞത്, അങ്ങനെ പറയാൻ പാടില്ലെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ പറയാ, ഞങ്ങൾ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്, അതൊന്നും അത്ര ഗൗരവമായിട്ട് പറഞ്ഞൊന്നുമല്ല, അത് വെറുതെ തമാശക്ക് പിന്നെ അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞതാണ് പറയലുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ചും ഖുർആൻ പറയുന്നൊരു വർത്താനുണ്ട്. അത്തരം ആളുകളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഖുർആനിന്റെ ഒരു ആയത്ത് അല്ലാഹ് പറയാണ്, ഈ വർത്തമാനം കൂടുതൽ ഉണ്ടാകുന്ന മുനാഫിക്കുകളിൽ നിന്നാണ്, കപടന്മാരിൽ നിന്നാണ് ഇത്തരം വർത്തമാനം ഉണ്ടാകുക. എന്തെങ്കിലുമൊക്കെ തോന്നിയാസം പറയാം, വൃത്തികേടുകൾ പറയാം, പരിഹസിക്കുക, കളിയാക്കൊക്കെ ചെയ്യാം.
എന്നിട്ട് പിടിക്കപ്പെട്ടാലോ? അപ്പൊ പറയാ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, തമാശക്ക് പറഞ്ഞാണ്, കളിയായി പറഞ്ഞതാണെന്നൊക്കെ പറയും. പരിശുദ്ധ ഖുർആൻ പറയാൻ വലഇൻ സഅൽതഹു, നബിയെ നീ അവരോട് ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുന്ന, തീർച്ചയായും അവർ പറയും ഇന്നാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞു, ഞങ്ങൾ കളിതമാശ എന്ന നിലക്ക് പറഞ്ഞതാണ്, ഗൗരവത്തി വർത്താനം പറഞ്ഞൊന്നും അല്ല. അല്ലാഹ് പറയാണ്, ചോദിക്കും നബിയെ, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അല്ലാഹുവിന്റെ ആയത്ത് കൊണ്ടാണോ, അല്ലാഹുവിന്റെ ആയത്തുകൾ കൊണ്ടും അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? നിങ്ങൾ കളിക്കുന്ന കളിപ്പിള്ളകൾ അവര്. നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയതാണോ ആയത്ത്? നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയതാണോ റസൂലുള്ളാഹിന്റെ ഖൗലും ഫിഅലും തഖ്രീറും? നിങ്ങൾക്ക് പരിഹസിക്കാൻ പറ്റിയ കളിക്കാൻ പറ്റിയതാണോ അല്ലാഹ്? എന്താ ഈ വർത്തമാനങ്ങൾ പറഞ്ഞു കളയുന്നു? ചോദിക്കൂ നബിയെ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുർആൻ പറയാൻ ലാ തഅ്തദിറു, നിങ്ങൾ ഒരു ഒഴിവ് കഴിവും പറയണ്ട, ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഇസ്ലാമിന്റെ കുപ്പായമിട്ട് വിശ്വാസിയായ ശേഷം അവിശ്വാസിയായിട്ടുണ്ട്. അല്ലാഹ് പറയാണ് ഇന്നഅഫു അൻ ത്വായിഫത്തിൻ മിൻകും, നിങ്ങൾ എന്നുള്ള ഒരു വിഭാഗത്തെ നമ്മൾ മാപ്പ് ചെയ്താലും നുഅദ്ദിബു ത്വായിഫതൻ, ഒരു വിഭാഗത്തെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും, അന്നഹും കാനൂ മുജ്രിമീൻ, തീർച്ചയായും അവർ കുറ്റവാളികളായിരിക്കും. ഖുർആൻ പറയാണ്. അപ്പോ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ പഠിച്ചു വെക്കുക, അല്ലാഹുവിന്റെ ആയത്തിനെ കുറിച്ച് സ്വന്തമായി വർത്താനം പറയാൻ നിൽക്കരുത്. അല്ലാഹുവിന്റെ ആയത്തിനെ കുറിച്ച് ആയത്ത് പറഞ്ഞ റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട്, സ്വഹാബികൾ കേട്ടിട്ടുണ്ട്, മുൻഗാമികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വർത്തമാനവും പറഞ്ഞു പോകാൻ പാടില്ല. മാത്രല്ല, പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടുത്തെ ഹദീസുകൾ, അവിടുത്തെ ഖൗലും ഫിഅലും തഖ്രീറും രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകൾ, അതിന് നിന്റെ വർത്തമാനം ആവശ്യമില്ല. അത് കേട്ട ആളുകൾ, സ്വഹാബികൾ, താബിഈങ്ങൾ അവർക്കുണ്ട്, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ലോകത്തിന് അവർ പകർന്നു നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ഒരു ഹദീസ് വെച്ചിട്ട് ആ ഹദീസ് പറ്റിയതല്ല, നമുക്ക് യോജിക്കണില്ല എന്ന് പറഞ്ഞ് തള്ളാൻ ആരെങ്കിലും പറഞ്ഞാൽ നിക്കടോ അവിടെ. അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ വാക്ക് കേട്ട സ്വഹാബികളാണ്, അവർക്ക് തോന്നാത്ത, താബിഈങ്ങൾക്ക് തോന്നാത്ത, മുൻഗാമികളായ അഹ്ലു സുന്നയിലെ പണ്ഡിതന്മാർക്ക് ആർക്കും തോന്നാത്ത ഒരു കാര്യം നിനക്ക് തോന്നിയെങ്കിൽ പഠിച്ചോളൂ, നീ കപടനാണ്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ച കപടന്റെ കുപ്പായമിട്ടവനാണ് നീ എന്ന് പറയാനുള്ള ആർജവം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ കാണിക്കണം. ഇല്ലെങ്കിൽ അവരോടൊപ്പം കൂടിയിട്ട് അങ്ങനെയാണല്ലേ ഞാനിപ്പോ ആദ്യമായിട്ട് അത് കേൾക്കണം, ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംസാരമാണത്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അത്തരം ആളുകളുമായുള്ള വർത്തമാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ലേ, ഒഴിഞ്ഞു മാറിയേക്കണം. പഠിച്ചിട്ട് പോയി പറ, അതവിടെ വേറെ വർത്താനം പറഞ്ഞ് അവിടെ കുത്തിരിക്കാൻ പാടില്ല. പിന്നെ ഓനുമായി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കരുത്, അത് നിന്റെ ഈമാൻ തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഉപവിഷ്ടനാണ്, അർശിൽ അല്ലാഹു ഇസ്തിവാ നടത്തി എന്ന ആയത്ത്, അർറഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന ആയത്ത് കേട്ടിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചൊരു വർത്തമാനമുണ്ട്. അതേമാതിരി ചോദിച്ചു, എങ്ങനെയാണ് അർറഹ്മാനു അലൽ അർശി ഇസ്തവാ കൈഫ ഇസ്തവാ, എങ്ങനെ ഇപ്പൊ അങ്ങനെ അതുണ്ടാകുക എന്ന് ചോദിച്ചു. അദ്ദേഹം കുറെ നേരം ഇങ്ങനെ ഉണ്ടാകരുത്. എന്നിട്ട് പറഞ്ഞു, ഇസ്തിവാ എന്നത് അറിയപ്പെട്ടതാണ്, കൈഫിയത്ത് അത് നമുക്കറിയില്ല, അത് മജ്ഹൂലാണ്. ആ വിഷയം വിശ്വസിക്കൽ നിർബന്ധമാണ്, അതിനെ സംശയിക്കൽ കുഫ്റാണ്, അതിനെക്കുറിച്ച് ചോദിക്കൽ അത് പുത്തനാശയമാണ്, പുത്തനാചാരമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത്രേ ഈ മനുഷ്യനെ പുറത്തു, ഇയാൾ പുറത്തേക്ക് വിട്, അവനെ പുറത്തു കൊണ്ടുപോ, കാരണം അവനൊരു പുത്തനാശയക്കാരനാണെന്ന് മനസ്സിലാകുന്നു എന്നാണ്. സമൂഹത്തിനിടയിൽ ഇങ്ങനെ സമൂഹത്തിന്റെ തലമണ്ടയെ നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആയത്തുകളും ഹദീസുകളും ഒക്കെ സ്വന്തം ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യണമെന്ന് പറയുന്ന ചില ആളുകളെ കാണാം. അത്തരം ആളുകളൊക്കെ ഗൗരവതരമായി അറിയണം. ഇത് ഇന്ന് കിട്ടിയ സാധനമല്ല, ഇന്ന് നമ്മളെ വീട്ടിലേക്ക് ജിബ്രീൽ കൊണ്ടുവന്ന് പറഞ്ഞൊന്നും അല്ല. 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് ലഭിച്ച
ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് അള്ളാഹുവിന്റെ റസൂലാണ്. ആ വിഷയം മനസ്സിലാക്കിയത് സ്വഹാബത്താണ്, താബിഈങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു ഗൗരവതരമായ സമീപനം സ്വീകരിക്കണം. വെറുതെ വർത്തമാനം പറയാൻ നിൽക്കരുത്. അത് ഈമാൻ നഷ്ടപ്പെടുത്തുന്നതാണ്, അത് കുഫ്രിയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് എന്ന് ഗൗരവതരമായി ഞാനും നിങ്ങളുമൊക്കെ അറിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേന്ദ്ര പള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കേന്ദ്ര പള്ളി ഫണ്ടാണെന്നുള്ളത് പള്ളികൾക്ക് പഴയ പള്ളികളും പ്രയാസം അനുഭവിക്കുന്ന അഥവാ മുന്നോട്ടുള്ള കൊണ്ടുപോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ധാരാളം മഹല്ലുകൾ, ധാരാളം പള്ളികളുണ്ട്. അവർക്കൊക്കെയുള്ള ചെലവിനും അതോടൊപ്പം തന്നെ മറ്റു പള്ളികളുടെ മെയിൻ്റനൻസും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പള്ളി ഫണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്വതക്ക നൽകാൻ എല്ലാവരും സന്നദ്ധരാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കും ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗം കൊണ്ട് പറയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കഷ്ടപ്പാട് ദുരിതങ്ങളും അനുഭവിക്കുന്നു. അതവിടെ കഷ്ടപ്പാട് ദുരിതങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.